കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്നും പറയണ്ട. അച്ഛൻ അവളെ എന്റെ കൂടെ ഇറക്കി വിടുന്നുണ്ടോ അതോ സ്വന്തമായി വെച്ച് അനുഭവിക്കാൻ തീരുമാനിച്ചോ? എനിക്കതറിഞ്ഞാ മതി. എന്നാ കൊള്ളരുതായ്മ നമ്മുടെ താനീ പറയുന്നത്? എന്നാ കൊള്ളാവുന്നൊരു കാര്യം അച്ഛൻ പറ. കൊള്ളാവുന്ന കാര്യം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടോ, താൻ വന്ന് ചോദിക്കുമ്പോ കൈ പിടിച്ച് തന്ന് കൂടെ വിടാൻ ഇതെന്റെ മരുമോള് പെണ്ണൊന്നും അല്ല, കയറ് പിടിച്ചു തരാൻ കന്നുകാലിയും അല്ല. എങ്ങാണ്ടോന്ന് കേറി വന്ന ഏതോ ഒരുത്തിയാ. തനിക്ക് വേണ്ടി അവളെ വളഞ്ഞിട്ട് പിടിച്ച് എങ്ങനെയും സൈസാക്കി തരാമെന്ന് വിചാരിക്കുമ്പോ താൻ ഓവർ സ്മാർട്ട് കളിച്ചത് കുളവാക്കല്ലേ. അതെ, ഇയാൾ ആരുവാ? അഴകിയ രാവണനോ? ചെന്ന് വിളിച്ചാൽ ഉടൻ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി വരാൻ? എന്റെ അച്ചായൻ പറഞ്ഞത് കാര്യവാ. കാര്യങ്ങള് ഒരു കരക്കെടുക്കാൻ സമയം വേണമെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അത് പറഞ്ഞിട്ട് സമ്മതിക്കണ്ടായോ? എന്റെ മനസ്സ് അതാണെങ്കിൽ എന്നെ ഉണ്ണാനും ഉറങ്ങാനും സമ്മതിക്കുകയില്ല. രാവും പകലും ഒന്നില്ലാതെ ഒരേ ചോദ്യമാ, പൂജക്കുട്ടി എപ്പോ വരും, പൂജക്കുട്ടി എപ്പോ വരും, പൂജക്കുട്ടി എപ്പോ വരും. മറുപടി പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. എന്നതേലും ഒരു സൊല്യൂഷൻ അച്ഛൻ ഉണ്ടാക്കി തന്നേ പറ്റൂ. തനിക്കിപ്പോ എന്നാ വേണ്ടത്? അവളെ ചെന്ന് കാണണം, അത്രയല്ലേ ഉള്ളൂ. ഒന്ന് കണ്ട അത്രയെങ്കിലും ആയി. അടങ്ങടാ. അടങ്ങ. എന്നാ താൻ ചെന്ന് കണ്ടോ, പക്ഷെ സംസാരിച്ച് ചളവാക്കരുത്. ഓ, വലിയ ഉപകാരം. ഒന്ന് മാറിക്കേ, മാറേ. അതേ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സംസാരിച്ച് കുളവാക്കരുത്. മാങ്ങാ തൊലി നശിപ്പിച്ചല്ലോ നിങ്ങള്. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകേന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ മാപ്പിളെ മനസ്സിലാവാത്തത്? അതെങ്ങനെയാ? ഭാരത സംസ്കാരം അറിയില്ലല്ലോ. ഇവന്റെ സംസ്കാരം കാണിക്കാതിരുന്നാ മതിയായിരുന്നു. കർത്താവേ കാത്തോളേ. ഞെട്ടണ്ട. ചിന്തിക്കായിരുന്നോ? ചിന്തിച്ചോ, സ്വസ്ഥമായിട്ട് ചിന്തിച്ചോ. ഈ ചിന്തകളാണല്ലോ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്നത്. കേട്ടിട്ടില്ലേ, ഐസക് ന്യൂട്ടന്റെ തലയില് ഇത്തിരി പോകുന്ന ആപ്പിൾ വീണപ്പോഴല്ലേ അദ്ദേഹം ഗുരുത്വാകർഷണം എന്ന വലിയ സിദ്ധാന്തം കണ്ടുപിടിച്ചത്? അല്ലെങ്കിൽ വേണ്ട, ചിന്തിച്ചപ്പോഴാണല്ലോ കപിലവസ്തുവിലെ ശുദ്ധോദന മഹാരാജാവിന്റെ പുത്രൻ സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടിറങ്ങിയതും ഗയയിലെ ആത്മര ചുവട്ടിലെ ബോധോദയം നേടിയതും. ഇങ്ങനെ ചിന്തകന്മാരുടെ അനേകായിരം കഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ചിന്തിച്ചോളൂ, ആവശ്യം പോലെ ചിന്തിച്ചോ. നല്ല അറിവാണല്ലോ. എന്തായിരുന്നു നിങ്ങളുടെ സബ്ജക്ട്? അങ്ങനൊന്നുമില്ല. അല്ല, കണക്ക്. അല്ലല്ല, സയൻസ്. സയൻസ്. ഓ, MSc മാത്സ് ആയിരുന്നോ? അതെ 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 അതെ. MSc മാത്രമല്ല, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഡിഗ്രി എടുത്തു. ഈ നമ്മുടെ ഓരോ കോമഡികള്. MSc കഴിഞ്ഞ് ഡിഗ്രി. കൊള്ളാം കൊള്ളാം. ഇങ്ങനെ ഒരു 100,000 വളുപ്പുകൾ ഇവന്റെ കയ്യിലുണ്ട്. ഒന്നുമല്ല. മോള് കേൾക്കണം, എന്റെ അമ്മോ, നമ്മൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പും. അതെ, മനഃപൂർവ്വം ചില വളുപ്പുകൾ പറഞ്ഞ് പൂജമോളെ ഞാൻ സന്തോഷിപ്പിക്കാൻ നോക്കുകയായിരുന്നു. അത് വിജയിച്ചു. ഈ അവസ്ഥയിൽ പോലും പൂജമോളിനോട് മനസ്സ് തുറന്നു. മോള് വിഷമിക്കണ്ട. ഒരു കോടതിക്ക് ഒരു നിയമത്തിനും അവനെ ഞങ്ങൾ വിട്ടു കൊടുക്കത്തില്ല. ചളമാക്കരുത്. അതെ, അവനെ ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ സെബാനും ഷാനും കൊന്ന അവനെ ഞങ്ങൾക്ക് ജീവനോടെ വേണം. എന്നതിനാണോ? കത്തിക്കാൻ, പച്ചയ്ക്ക് കത്തിക്കാൻ. ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? നമുക്ക് പ്രതികാരം ചെയ്യണ്ടേ? എനിക്ക് ആരോടും ഒരു പ്രതികാരവും ഇല്ല. അയ്യോ, ഇത് കേട്ടില്ല അച്ചായി കൊച്ചു പറയുന്നേ. അവക്ക് പ്രതികാരം വേണ്ടെന്ന്. അവളുടെ സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ കൊന്നവനോട് അവക്ക് പ്രതികാരമില്ലെന്ന്. ഞാനിത് എങ്ങനെ സഹിക്കും? താൻ സഹിച്ചേ പറ്റൂ. അതെ, നമ്മുടെ പൂജമോള് പറഞ്ഞതാ ശരി. പ്രതികാരം മനുഷ്യന്റേതല്ല,
ദൈവത്തിൻ്റെതാണ്. കേട്ടിട്ടില്ലേ ദൈവവചനം? നീ കഴുകനെ പോലെ ആകാശത്തിൽ പറന്നുയർന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും നിന്നെ ഞാൻ താഴെ ഇറക്കും. നിന്നോട് കണക്ക് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം എന്റേതാകുന്നു. ആമേൻ. അച്ചായ എന്തോ ഇത്? താൻ വാ പറയട്ടെ. കരയില്ല തമ്പിടി, കണ്ണുനീരൊന്നിനും പരിഹാരമല്ല. അതും ദൈവവചനമാണെന്നോ? വാ വാ നമ്പിടി. എന്നാത്തിനുള്ള ഉള്ള കഞ്ഞിൽ പാറ്റിയിടുന്നത്? തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ആറിയിട്ടാണെങ്കിലും ഞാനെങ്കിലും ഒന്ന് തിന്നോട്ടെ. അയ്യടാ, അതങ്ങ് പരിമല പള്ളി ചെന്ന് പറഞ്ഞാച്ചാ മതി. എന്നാ പിന്നെ ഞാൻ പറയുന്ന അനുസരിച്ച് അടങ്ങി ഒതുങ്ങി നിന്നോണം. സമയമാകുമ്പോ ഞാൻ പറയും, ദേ നമ്പടി ദാ നിൽക്കുന്നു നിന്റെ പെണ്ണ്, എടുത്തോണ്ട് പോടോ എന്ന്. അതുവരെ വാ തുറന്ന് വിവരക്കേട് പറയരുത്. MSc കഴിഞ്ഞ ഡിഗ്രിയാ. ഏത് യൂണിവേഴ്സിറ്റിയില്? ഏത് യൂണിവേഴ്സിറ്റിയിലാ കിട്ടാത്തത്? ശ്ശോ, എന്റെ അച്ചായ കാശ് വാരി എറിഞ്ഞ ഇന്നത്തെ കാലത്ത് എന്നതാ കിട്ടാത്തത്? അച്ചാന് വേണോ ഡിഗ്രി? ഞാൻ വാങ്ങിച്ചു തരണോ? അച്ചാന് ഞാൻ വാങ്ങുന്നതിന് 3 എണ്ണം വേണോ? എന്നതാ MSc കഴിഞ്ഞ ഡിഗ്രിയാ? ആ അതെ. എന്നാ പറ്റുണ്ടോ? ഉണ്ടോ 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 പറ, പറ്റുണ്ടോ? അയ്യേ, എന്നാ നമിച്ചിരിക്കുന്നു. അപ്പൊ തോറ്റ്. മുത്തശ്ശൻ എങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എന്നു മുതലാ മുത്തശ്ശിയുടെ ശത്രുക്കളായത്? ആദ്യം സമ്മതിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ എന്താ കുഴപ്പം? ആദ്യം പൂജ എവിടെ ഉണ്ടെന്ന് മുത്തശ്ശിക്ക് നന്നായി അറിയാം. നമ്മളോടത് തുറന്നു പറഞ്ഞ ഗുണമല്ലേ ഉണ്ടാവൂ? മുത്തശ്ശി പറഞ്ഞതുപോലെ അവരുടെ കല്യാണം നടത്താനാണെങ്കിൽ നമ്മൾ കൂടെ നിൽക്കില്ലേ? മുത്തശ്ശിക്ക് മാത്രമല്ല, ഈ കഥകളൊക്കെ പൂജയുടെ അമ്മയ്ക്കും അറിയാം. ഇനി ചിലപ്പോ നമ്മളോട് പറയേണ്ടെന്ന് അവർ ചിലപ്പോ പറഞ്ഞതാണെങ്കിലോ? അല്ല, അവരങ്ങനെ പറയണമെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ? അവരങ്ങനെ പറയുന്ന എനിക്ക് തോന്നുന്നില്ല. എന്താ ഉറപ്പ്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആമി. അവരുടെ മകളെ കണ്ടെത്തണമെന്നല്ലാതെ അവർക്ക് മറ്റ് അജണ്ട ഒന്നും ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോ മുത്തശ്ശിക്ക് മാത്രമേ ഇതൊക്കെ അറിയാവുന്നാണോ ദത്തേട്ടൻ പറയുന്നത്? സംഭവിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോ അതിനാണ് സാധ്യത. മുത്തശ്ശി എങ്ങും തൊടാതെ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നതല്ലാതെ പറയുന്നതിന്റെ തെളിവുകളൊന്നുമില്ലല്ലോ. ഞാൻ ഒരു പോലീസുകാരനാമി. സത്യം കേട്ടാലും പിച്ചും പേയും കേട്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ധൈര്യത്തോടെ മുത്തശ്ശി ഇറങ്ങി പുറപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല.